ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്. കുറച്ച് ദിവസമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട്. അതിനിടയിൽ ഞാനൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആരെ അറിയിക്കാനൊന്നും പറ്റിയില്ല. ഒരു 15-17 മിനിറ്റ് ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. മുൻകൂട്ടി ഞാൻ ആരെ അറിയിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടത് കൊണ്ട് തന്നെ ഞാനൊന്ന് ലൈവ് വന്ന് നോക്കിയതാണ്. ഇൻഷാ അല്ലാ അടുത്ത ദിവസം ഞാൻ ലൈവ് വരുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ വരാം. അപ്പോൾ എല്ലാവരും വന്ന് ലൈവിൽ പങ്കെടുക്കുക. ഫ്രീ ആയിട്ടുള്ളവർ, ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണം ഫ്രീ ആയിരിക്കുമല്ലോ ഒരുവിധ ആൾക്കാരൊക്കെ. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ലോക്ക്ഡൗൺ സമയത്ത് ഒരു ബിസി ഡേ എന്ന് തന്നെ പറയാം. ലോക്ക്ഡൗണിൽ നമുക്ക് വേറെ ഒരു കാര്യങ്ങളും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ തൊട്ടടുത്തുള്ള വീട്, അതായത് ഇക്കാട് തറവാട്, അതുപോലെ എൻ്റെ ഉമ്മാടെ അനിയത്തിയുടെ വീടുണ്ട്. ഞങ്ങൾ പെരുമ്പിലായിലാണ്, ഉമ്മാടെ അനിയത്തിയുടെ വീട് കരിക്കാട്. അപ്പോൾ ഞങ്ങൾ ലഞ്ചിന് ഞങ്ങൾക്ക് ഉമ്മാടെ അനിയത്തിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ചെറിയതെന്ന് വെച്ചാൽ ഒരുപാട് വലിയതായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിച്ചത് തന്നെയായിരുന്നു. ഇപ്പോഴത്തെ ഈ നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്നും നമുക്ക് പാടില്ല, പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അതെല്ലാം വേണ്ടാന്ന് വെച്ച് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് കൊണ്ടും ഞങ്ങളിവിടെ അടുത്തായതുകൊണ്ടും ഞങ്ങൾ മാത്രം ആണ് ബർത്ത്ഡേക്ക് ഉണ്ടായിരുന്നത്. ഒരുപാട് പേര് കൂടേണ്ട ഒരു ബർത്ത്ഡേ തന്നെ ആയിരുന്നു. അതെല്ലാം ഇല്ലാതെയായി. എന്തായാലും ഞങ്ങൾ പോയി. അപ്പോൾ പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ കസിൻസ് ആരും അവരോട് പിണങ്ങരുത്. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ചുമ്മാ ഒന്ന് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞങ്ങളെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ ആരും അവരോട് പിണങ്ങരുത് കേട്ടോ. ഇതാണ് നമ്മളെ ബർത്ത്ഡേ. പോയി പേര് അദ്നാൻ എന്നാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അവിടെ കംപ്ലീറ്റ് സെറ്റപ്പൊക്കെ ചെയ്തത്. പക്ഷേ ആദ്യമായിട്ടാണ് ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് പോലും മേടിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ ഉണ്ടായത്. കാരണം ലോക്ക്ഡൗൺ കാരണം കടകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കേക്കും കാര്യങ്ങളും സെറ്റ് ചെയ്തത് എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ്. അടിപൊളി കേക്കാണ് കേട്ടോ. 2-3 കേക്കൊക്കെ ഞാനിപ്പോൾ അവിടെ പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ആവശ്യങ്ങൾക്കായിട്ട്. പക്ഷേ അടിപൊളി കേക്കായിരുന്നു. നല്ല ഹോം മെയ്ഡാണ്. നല്ല അടിപൊളിയായിട്ട് സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം കേക്കിൽ അവർ ചെയ്യുന്നുണ്ട്. അതെന്തായാലും നമ്മൾ അവരെ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്തിരിക്കാനും പറ്റില്ല. അത്രക്കും അടിപൊളിയാണ്. എന്താ പറയുക, നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും തന്നെ പറയാം, അടിപൊളി കേക്കാണ്. അപ്പോൾ ഈ വീഡിയോ കേക്ക് ഉണ്ടാക്കുന്ന ആൾ കാണുന്നുണ്ടെങ്കിൽ ഒരു കൺഗ്രാറ്റ്സ് പറയാനുണ്ട് ഞാൻ ഈ കേക്കിനൊക്കെ കേട്ടോ. പിന്നെ അപ്പോൾ അത് കാരണം കൊണ്ട് ഇതാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഉമ്മയുടെ അനിയത്തിയുടെ മകന്. ഇത് മകൻ്റെ വൈഫ് കൊച്ച്. 1ാമത്തെ ബർത്ത്ഡേ ആണ്. അത് ഞാൻ വീണ്ടും പറയുകയാണ്, ഒരുപാട് നല്ല നിലയിൽ കഴിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുവദിച്ചില്ല. ഞങ്ങളെങ്കിൽ തന്നെ അടുത്തായത് കൊണ്ട് കൂടാൻ പറ്റിയെന്ന് പറയാം. പിന്നെ ഒരുപാട് പേരും കൂടാനും കാര്യങ്ങൾക്കൊന്നും പാടില്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ടാണ്. അതാണ് കേക്ക് ഞാൻ പറഞ്ഞില്ലേ. ഹാപ്പി ബർത്ത്ഡേ അദ്നാൻ കുട്ടിയാണ്. അപ്പോൾ ഞാൻ വോയിസൊക്കെ ഒറിജിനൽ വോയിസൊക്കെ ഞാൻ മാറ്റി. കാരണം വെച്ചാൽ എല്ലാവരും കൂടെ കലബിലായിട്ട് ഭയങ്കര ഒരു ബോറിങ് തോന്നിയപ്പോൾ ഞാൻ വോയിസ് എടുത്ത് കളഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഡിന്നർ എന്ന് പറയുന്നത് തറവാട്ടിലെ ഇക്കാടെ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ നമുക്ക് ഗ്രില്ല് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 വീട്ടുകാരും കൂടെ ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രിൽ ചിക്കനും കുബൂസ് പൊറോട്ട അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു ഡിന്നർ. അപ്പോൾ അങ്ങനെ ടോട്ടലി ഒരു ലോക്ക്ഡൗൺ ബിസി ഡേ ആയിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങും അവിടുത്തെ ലഞ്ചെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നേ പറഞ്ഞല്ലോ ഞങ്ങളെ വീട്ടിൽ, അതായത് തറവാട്ടിലുള്ള ഒരു ഡിന്നർ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കലും, അത് ഇക്കാടെ അനിയൻ്റെ വൈഫും 2 ആൺകൊച്ചുങ്ങളും. അത് നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു. നമ്മളെ അജ്മൽ ഷമീർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അവരെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ അവരും ഉമ്മയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അതിന് ശേഷം നിങ്ങൾക്ക് നമ്മൾ ഡിന്നറും കൂടെ ഒന്ന് എന്താ പറയുക, നിങ്ങൾക്ക് അന്നത്തെ എന്താ പറയുക 2 സമയം നമ്മൾ അന്ന് ബിസി ആയിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. നമ്മുടെ ബർത്ത്ഡേ കുട്ടി അവിടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യണമെന്ന് ഞാൻ അതിൻ്റെ ഒറിജിനൽ സൗണ്ട് കൊടുക്കണമെന്ന് ഞാൻ കരുതിയതാണ് കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒന്നും ക്ലിയർ ആവാത്ത പോലെ എല്ലാവരും ബഹളം വെച്ചിട്ട്, അപ്പോൾ പിന്നെ ഞാൻ ആ സൗണ്ട് എടുത്ത് മാറ്റി. ഈ അബായ ഇട്ടതാണ് ഉമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് ഇപ്പുറത്തുള്ളത്. ഇപ്പുറത്തുള്ളത് മൂത്ത മകനാണ്. അവർ 3 ആൺകുട്ടികളാണ്.
മൂത്തതാണ് ഈ സൈഡിൽ നിൽക്കുന്നത്. രണ്ടാമത്തെ ആളെ കൊച്ചാണിത്. മൂന്നാമത്തെ ആൾ ഉണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല. അതിനോട് കൂടെ തന്നെ നല്ല നല്ല പെൺകുട്ടികൾ നല്ല നല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്, കല്യാണം കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിയാവണമെങ്കിൽ നടത്താമെന്നുള്ളൊരു ഇതിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളും ആയ കാരണമൊന്നും അത് ശരിയായിട്ടില്ല. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇത് കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ലഞ്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി വീണ്ടും പറയണേ. അത് കഴിഞ്ഞ് അവിടുത്തെ ഡിന്നറും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ പിന്നിലേ കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ വീണ്ടും പറയണേ, തുടർച്ചയായി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് കൂടുതൽ ആ ബെൽ ബട്ടൺ കൂടുതൽ ക്ലിക്ക് ചെയ്താലാണ് ഞാനിവിടുന്ന എല്ലാ വീഡിയോസിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണ ചെക്കൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഓക്കെ, ബൈ. വീഡിയോ എല്ലാവരും തുറന്ന് കാണുക കേട്ടോ.